കുറെ കഴിയുമ്പോൾ 40 ദിവസം കളവ് നടന്നാൽ 41ാമത്തെ ദിവസം ഉമ്മരപ്പടി വിളിച്ചു പറയുന്നൊരു പ്രോവർബ് ഉണ്ട്. ഇപ്പൊ അതാ സംഭവം. പതിയെ മുഖാമുഖങ്ങളും പതിയെ CD കാസറ്റുകളും ഓഡിയോ കാസറ്റുകളും ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ മാസികകൾ കുറച്ച് മുമ്പായി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിൽ ആശയം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങിയതിൽ ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ കേൾപ്പിക്കാം, പിന്നെ മലയാളത്തിലേക്ക് ഞാൻ വായിച്ചു തരാം. അതിൽ തലശ്ശേരി പള്ളിയിലെ ഖത്തീബായ സുബൈർ കൗസരി അദ്ദേഹം എടുക്കുന്ന ഒരു ക്ലാസ്സിൽ അദ്ദേഹം ഒരുപാട് സുന്നി ആചാരങ്ങളെ വിമർശിച്ചു. അതിൽ മരിച്ചതിന് മൂന്നടക്കമുള്ള പലതുമുണ്ട്. പലതും മറ്റ് മൂന്നാഫാത്തിയൊക്കെ എടുത്ത് ഇട്ടുതരാം. ഏതായിരുന്നാലും പലതും വിമർശിച്ചു. ആ വിമർശിക്കുമ്പോൾ ജനങ്ങളുടെ മുഖത്ത് നിന്ന് ഇയാൾ വായിച്ചു, ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്നോടൊരു വിമ്മിഷ്ടം ഉണ്ടോ? ഉടനെ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ചെയ്തു വരുന്ന പാരമ്പര്യത്തിനെതിരായി ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും. പക്ഷേ അതെല്ലാം അപ്രിയ സത്യങ്ങളാണ്, പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം മലയാളത്തിൽ പറയുന്നു, അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. പിന്നെ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിങ്ങനെ പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, പൂർവികന്മാർ നമുക്ക് മുമ്പുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ചിലത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും, നമുക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ചില സഹോദരന്മാരെ പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ അറിവിൽ നിന്നുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. അതെല്ലാം ഒരുപക്ഷെ അപ്രിയ സത്യങ്ങളായിരിക്കാം, പറയാതിരിക്കാൻ നിർവാഹമില്ല. കണ്ടു നിങ്ങൾ, അപ്രിയ സത്യങ്ങളാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർക്ക് എന്നാലും പറഞ്ഞല്ല. സ്വാഭാവികമായിട്ടും പാരമ്പര്യമായി നിങ്ങൾ വിശ്വസിച്ചു വരുന്ന കാര്യങ്ങൾക്ക് എതിരാകുന്നു ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം തുറന്നു പറയുകയാണ്. ഇത് തന്നെയല്ല ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞത്, അതല്ല മുജാഹിദും പറഞ്ഞത്. അത് മലയാളത്തിൽ വാമൊഴി ഞാൻ കേൾപ്പിച്ചതാണ്. ഇനി ഉറുദു ഞാൻ വായിച്ചു. ആ ഉറുദു വായിച്ചതിന് മലയാളം ഇനി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ വല്ല കുഴപ്പവും മുസ്ലിയാരെ, അത് ഉറുദുവിന്റെ അതിന്റെ അർത്ഥം അങ്ങനെയല്ല, ഹർഗിസിന്റെ ഇങ്ങനെയല്ല, ഓന്ന് അങ്ങനെയാണ്, ഫർമാത്തേഹ എന്നതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഫർമ രഹ എന്ന് എങ്ങനെയാണ് എന്നെല്ലാം ആർക്കൊരു അഭിപ്രായമുണ്ടെങ്കിൽ ഉണ്ടാവാം. ഭാഷയാണല്ലോ, ഒരു ചെറിയ പദം മാറിയാൽ സ്വാഭാവികമായിട്ടും അർത്ഥം മാറും. അങ്ങനെയല്ലേ? ആനപ്പുറത്ത് ചവിട്ടി എന്ന് പറയുന്നു, ആന പുറത്ത് ചവിട്ടിയെന്ന് നമ്മൾ ഭയങ്കര മാറ്റാണ് അല്ലേ? ആനപ്പുറത്ത് ചവിട്ടി ഒരു കുഴപ്പമില്ല, 10 ആൾക്ക് ഒരുമിച്ച് ചവിട്ടാം. ആന പുറത്ത് ചവിട്ടിയാലോ ആള് കാര്യവും ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് വല്ലതും മാറ്റമുണ്ടെങ്കിലോ കേട്ടോളൂ, അവർ തന്നെ എഴുതിയത് ഹക്കീക്കത്ത് മാസികയാണ്, ഒറിജിനലാണ് അർത്ഥം. ആ ഹക്കീക്കത്ത് മാസികയിൽ ജൂലൈ 1984 അതിൽ അവന്മാർ തന്നെ എഴുതുന്നത് കേട്ടോളൂ നിങ്ങൾ. ഒരിക്കൽ അദ്ദേഹം മൗലവി സഹീറുൽ ഹസനോട് ദുഃഖത്തോടെ പറഞ്ഞു, എന്റെ ഹൃദയത്തിലുള്ളത് എന്ത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അവർ ചിന്തിക്കുന്നു ഈ പരിപാടി നമസ്കാരമാണെന്ന്, എന്നാൽ ഞാൻ സത്യം ചെയ്യുന്നു അത് ശരിയല്ല എന്ന്. മറ്റൊരവസരത്തിൽ അദ്ദേഹത്തോട് ചെന്ന് മൗലാന പറഞ്ഞു, സഹീറുൽ ഹസൻ, നാം ലക്ഷ്യമാക്കുന്നത് ഒരു നവീകരിക്കപ്പെട്ട ഉമ്മത്തിനാകുന്നു. ഒരു നവീകരിക്കപ്പെട്ട ഉമ്മത്തിനെ ഉണ്ടാക്കലാകുന്നു. ഹക്കീക്കത്ത് മാസികയിൽ പറഞ്ഞ ഹക്കീക്കത്തെ കാര്യം നോക്കിക്കോളുങ്ങൾ. സ്വാഭാവികമായും ഇനി ഞാൻ വായിച്ച ഉറുദു ഭയപ്പെടേണ്ടതില്ല. ആ ഉറുദുവിൽ അർത്ഥം വെച്ച് മുസ്ലിം തെറ്റിച്ചോട് പേടിക്കേണ്ടതില്ല. ഇനി ഒന്നുകൂടെ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി ആവർത്തിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനം പുതിയതാണ് എന്ന് അവരുടെ വിളിപ്പ് പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാം പുതിയതാണ് എന്ന് അവർ വിളിപ്പ് സമ്മതിച്ചു, തബ്ലീഗ് ജമാഅത്തും പുതിയതാണ്, പാരമ്പര്യത്തിനെതിരായി പുതിയതാണ് എന്ന് അവരും സമ്മതിച്ചു. ഇനിയിപ്പോ ചെറിയ വശവിടെ ബാക്കിയുണ്ട്. ഏതാ? സുന്നികൾ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായതാണ്, പണ്ടേ വരുന്ന വിശ്വാസക്കർമ്മ ആചാരങ്ങളാണ് എന്നത് നിങ്ങൾ പറയല്ലാതെ നിങ്ങളുടെ ആന്റികൾ ശത്രുക്കളാരോ സമ്മതിച്ചതുണ്ടോ? അത് സത്യത്തിൽ ചോദ്യമല്ല. കാരണം ശത്രുക്കൾ ഒരിക്കലും നന്മ മിത്രങ്ങളെ കുറിച്ച് പറയില്ല. ഇനി പറഞ്ഞിട്ടുണ്ടോ എന്നാ പിന്നത് വാസ്തവാകുകയും ചെയ്യും. ആ രീതിയിൽ ഒരു ചെറിയ ക്ലിപ്പും കൂടെ ഞാൻ കേൾപ്പിക്കാം. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പ്രസ്ഥാനങ്ങളെ വിലയിരുത്തിയ കൂട്ടത്തിൽ പറയുന്നു, പാരമ്പര്യത്തിന്റെ അവകാശികൾ ശരിക്കും സുന്നികൾ തന്നെയാകുന്നു. ഇത് ഞാൻ പറയണ്ട, ജമാഅത്ത് ഇസ്ലാമി പറയട്ടെ. സലഫി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖല മുസ്ലിം സമൂഹത്തിലെ ആചാരപരവും ഫിഖ്ഹിയുമായ ജീർണതകളെ, കർമ്മശാസ്ത്രപരമായ അല്ലെങ്കിൽ വിശ്വാസശാസ്ത്രപരമായ ജീർണതകളെ ചെറുത്ത് ശുദ്ധീകരിക്കുക എന്ന ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തത്. സുന്നി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യം സംരക്ഷിക്കുക, മുസ്ലിം സമൂഹത്തിൻ്റെ മുൻഗാമികളുടെ പാരമ്പര്യം സംരക്ഷിക്കുക,
അപ്പോ ജമാഅത്ത് ഇസ്ലാമി തന്നെ തുറന്നു പറയുന്നത് ചില സമയത്ത് അങ്ങനെയാണ്. ആയത്തുൽ കുർസിന്റെ ഫായിദ മറ്റേ ചങ്ങാതി പഠിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ചില സമയത്തൊക്കെ ഇവന്മാർ സത്യം അറിയാതെ തുറന്നു പറഞ്ഞു. അതുപോലെ പറഞ്ഞിട്ടുണ്ട്